ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? അപ്പൊ നമ്മളെ പോലെ സാധാരണക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പത്തിരിന്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അതിന് വേണ്ടി നമ്മളിതവിടെ റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മളെ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൽ രണ്ടോ സൈറ്റുകൾ കൊണ്ടുവന്നിട്ടുള്ളതിലും കണ്ടില്ല ചിള്ളൊക്കെ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതാ ഞാൻ ഇതേപോലെ ഒരു 3 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുക്കുന്നത്. ഇതിന് അത്യാവശ്യത്തിന് ഉണ്ടാവും കേട്ടോ. ഇനിതാ ഞാൻ വേറെ ഒരു പാത്രത്തിൽ ഇവിടെ വെള്ളം ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതാ ഇത് ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ, എന്നാലും നല്ല ചൂടും വേണേ. അപ്പൊ അതാ ഇതേപോലെ ബബിൾസ് ഒക്കെ വരുന്ന ആ ഒരു സമയമാകുമ്പോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇത് അടുപ്പത്തുനിന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ച അരി ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ അതാ ഞാൻ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് ഒരു കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു പാത്രം വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കുക. അപ്പൊ ഞാനിത് തലേന്ന് രാത്രിയായിരുന്നു കേട്ടോ വെച്ചിരുന്നത്. അപ്പൊ അതാ പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട്. അപ്പൊ അതാ നമ്മുടെ അരിയൊക്കെ ഉണ്ടല്ലോ, ചോറിന്റെ അരിയാണല്ലോ ഇത്, ഇതൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് തൊടുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ ഞാനിതൊന്ന് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. കഴുകി എടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് അരി കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കുക കേട്ടോ. അപ്പൊ ഇത് ഒരുപാട് ലൂസ് ആവാൻ പാടില്ല. അപ്പൊ നമ്മുടെ പത്തിരി ശരിയായി കിട്ടില്ല കേട്ടോ. അപ്പൊ അതിനനുസരിച്ചുള്ള കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അരി കുതിർന്ന് നിൽക്കുന്നതല്ലേ, അതിലും കുറച്ച് വെള്ളം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് അരച്ചിട്ട് വരാം കേട്ടോ. അപ്പൊ ഞാനിതാ ഇതേപോലാണ് ഇവിടെ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഒരുപാട് വെള്ളം കൂടി പോയാൽ നമുക്ക് ഇത് പത്തിരി ചുട്ടെടുക്കാൻ ഒരുപാട് പണിയായിരിക്കും കേട്ടോ. അപ്പൊ മുഴുവൻ അരിയും ഞാൻ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ചുട്ടെടുക്കാൻ വേണ്ടി ഞാനൊരു പാന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടായി വന്നേരം അതിലേക്ക് കുറച്ച് വെച്ച് കൊടുക്കാണ് കേട്ടോ. അപ്പൊ ഇത് അത്യാവശ്യം കട്ടിയുള്ള പത്തിരിയാണ് കേട്ടോ. അതിനുശേഷം ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ആ കൈയിന്റെ മടമ്പ് അതിൽ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് പത്തിരി ഷേപ്പ് ആക്കി എടുക്കുകയാണ് കേട്ടോ. നമ്മൾ കൈപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ ഷേപ്പാക്കി എടുക്കൂലേ, ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ നന്നായി പരത്തി എടുത്തതിന് ശേഷം ഇതിലേക്ക് എന്ത് ചെയ്യുക, കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പൊ ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പത്തിരി ഒന്ന് മറച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ 2 ഭാഗം നല്ല ഗോൾഡൻ കളറായി വരുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചു മറിച്ച് വിട്ടിട്ട് നമുക്കിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഞാനിതാ മറിച്ചിട്ടതിന് ശേഷം കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഒന്ന് തിരിച്ച് എല്ലാ ഭാഗവും വേവാൻ വേണ്ടി ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു പത്തിരിയാണ് കേട്ടോ. അപ്പൊ മീൻകറി ഇറച്ചിക്കറി ഒക്കെ കോമ്പിനേഷൻ ആണ്. പിന്നെ ഇതൊരു കാര്യം എന്ന് വെച്ചാല് നമ്മൾ ചൂടോട് കൂടി കഴിക്കേണ്ട ഒരു പത്തിരിയാണ് കേട്ടോ. അത് പ്രത്യേകം പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ കഴിക്കുന്ന എപ്പോഴാണോ അതിന്റെ ഒരു 5-10 മിനിറ്റ് മുമ്പ് നമ്മൾ ഇത് ചുട്ടെടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ ഒരുപാട് സമയം വെച്ചാൽ ഈ ഒരു പത്തിരി നല്ല ഹാർഡായി പോവും. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.